6 myth about creatine. Let's അതിൽ ഒന്നാമത്തേതാണ് ക്രിയാറ്റിൻ ഈസ് എ സ്റ്റെറോയിഡ്. ക്രിയാറ്റിൻ ഒരിക്കലും ഒരു സ്റ്റെറോയിഡ് അല്ല. ഈ സ്റ്റെറോയിഡ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഹോർമോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസോ നമ്മുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് സ്റ്റെറോയിഡ് എന്ന് പറയും. പക്ഷേ ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഡെയിലി ബേസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. സോ ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 100% നാച്ചുറൽ ആണ്. അടുത്ത രണ്ടാമതാണ് ക്രിയാറ്റിൻ കോസസ് കിഡ്നി ഇഷ്യൂ. ഇത് ഒരുപാട് പേര് കേട്ടോണ്ടിരിക്കുന്ന ഒരു മിത്ത് തന്നെയാണ്. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഡയലോഗാണ് സാർ. സത്യമായിട്ടും എനിക്കിപ്പോ ഒരു പേടി തോന്നല. ഇതിങ്ങനെ പറയാൻ കാരണം നമ്മുടെ ക്രിയാറ്റിനും നമ്മുടെ കിഡ്നിയും ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. നിങ്ങളിപ്പോ ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ കിഡ്നിക്ക് ഒരു പ്രശ്നവും വരില്ല. ഇപ്പോ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൾറെഡി കിഡ്നിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കാൻ പോവുക. മൂന്നാമത്തെ മിത്താണ് ക്രിയാറ്റിൻ ഹാസ് ടു ബി സൈക്കിൾഡ്. ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. 3 മാസം നിങ്ങൾ ക്രിയാറ്റിൻ എടുത്തിട്ട് 1 മാസം ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും ഒരു 3 മാസം എടുത്തതിന് ശേഷം പിന്നെയും 1 മാസം ബ്രേക്ക് എടുക്കണം എന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ 3 to 5 ഗ്രാം വരെ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അടുത്ത നാലാമത്തെ മിത്താണ് ലോസ് ഓഫ് മസിൽ വൺസ് യു സ്റ്റോപ്പ്. നിങ്ങളിപ്പോ ക്രിയാറ്റിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ATPയുടെ ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. നിങ്ങൾ ആ ക്രിയാറ്റിൻ എടുക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ ATPയുടെ അളവും കുറച്ച് കുറയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ട്രെങ്തും അതിനനുസരിച്ച് കുറച്ച് കുറയും. അല്ലാണ്ട് നിങ്ങൾ അതുവരെ ഗെയിൻ ചെയ്ത മസിൽ ലോസ് ആവും, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അടുത്ത അഞ്ചാമത്തെ മിത്താണ് ഞാനും നിങ്ങളും ഒരുപോലെ പേടിക്കുന്ന ഹെയർ ലോസ്. ക്രിയാറ്റിൻ കോസസ് ഹെയർ ലോസ്. ഈ മിത്ത് വരാൻ കാരണം ഒരേ ഒരു സ്റ്റഡീസിൽ ഈ ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്നവർക്ക് DHT ഹോർമോൺ ലെവല് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഹോർമോൺ ഇങ്ങനെ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനറ്റിക്കലായിട്ട് നിങ്ങൾക്ക് നേരത്തെ ഹെയർ ഫാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഇത് ഒരേ ഒരു സ്റ്റഡിയിൽ മാത്രമാണ് പ്രൂവൻ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഈ സ്റ്റഡി പിന്നെയും ചെയ്തപ്പോൾ ഇങ്ങനെ DHT ലെവല് കൂടുന്നതായിട്ട് കണ്ടിട്ടില്ല. സോ എന്റെ സജഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ജനറ്റിക്കലി നിങ്ങൾക്ക് മുടി കൊഴിയും എന്നുണ്ടെങ്കിൽ അത് കൊഴിയും. പക്ഷെ അതിനും ക്രിയാറ്റിനുമായിട്ട് ഒരു ബന്ധവുമില്ല. അടുത്ത മിത്താണ് വെയിറ്റ് ലോസ് പീപ്പിൾ കാൺ ടേക്ക്. ഇത് വരാൻ കാരണം നിങ്ങൾ ക്രിയാറ്റിൻ എടുത്ത് തുടങ്ങുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങളുടെ ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. സോ ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ 1-2 ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഒരു 1-2 കിലോ നിങ്ങൾക്ക് കൂടുന്നതായിട്ട് കാണാം. ഇത് മസിലും അല്ല ഫാറ്റും അല്ല. സോ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള വെയിറ്റ് നിങ്ങളുടെ ബേസ് വെയിറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ ഈ 1-2 കിലോ നിങ്ങൾക്ക് കൂടുന്നതായിട്ട് കാണിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ക്രിയാറ്റിൻ കൊണ്ട് കിട്ടുന്ന നിങ്ങളുടെ ബെനിഫിറ്റ് നിങ്ങൾ കൊണ്ട് കളയരുത്. അടുത്ത എല്ലാവരും ചോദിക്കുന്നതാണ് ക്രിയാറ്റിൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എന്നുള്ളത്. ക്രിയാറ്റിൻ ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ക്രിയാറ്റിൻ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്ട് ഒന്നും വരയില്ല. പക്ഷേ ചിലവർക്ക് ക്രിയാറ്റിൻ എടുക്കുന്നതുകൊണ്ട് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു 4-5 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ബൈ.